നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെല്ലാം അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നോട്ടൊക്കെ കൃത്യമായി എഴുതിയെടുക്കുക. അതിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് ആ പരീക്ഷയിൽ 1 മാർക്ക് അല്ലെങ്കിൽ 1-ൽ കൂടുതൽ മാർക്കിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു പോർഷൻ്റെ അകത്ത് നിന്നും ഉണ്ടായിരിക്കും. അപ്പോൾ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാഠഭാഗത്തിലെ അടുത്ത ഒരു പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചതെന്നും ആ പ്രദേശങ്ങളിൽ മാക്സിമം സമ്പത്ത് നേടിയെടുക്കാനായിട്ട് അവർ കുറച്ച് നികുതി നയങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്നു. ആ നികുതി നയങ്ങളെയൊക്കെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നികുതി നയങ്ങളൊക്കെ നടപ്പാക്കി കഴിഞ്ഞാൽ ആളുകളും ഉണ്ടായിരിക്കുമോ? സ്വാഭാവികപരമായി എന്ത് ചെയ്യും? അതിനെതിരെ പ്രതിഷേധമുണ്ടാകും. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാം. ഈ ഒരു ബോക്സ് സുഹൃത്തുക്കളെ, ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കലാപങ്ങളുടെ പേര് പഠിച്ചിരിക്കുക. അത് എന്താണെന്നും ആ ഒരു കലാപത്തിലുള്ള പ്രത്യേകതകളും അറിഞ്ഞിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് അത് ഉപകാരപ്പെടും. അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ: കാർഷിക കലാപങ്ങൾ, ഗോത്ര കലാപം, സൈനിക കലാപം, സ്ത്രീ മുന്നേറ്റം, ജനകീയ കലാപം. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ കാർഷിക കലാപങ്ങൾ എന്ന് പറയുന്നത്? സന്യാസി ഫക്കീർ കലാപം, നീലം കർഷക കലാപം. അതോടൊപ്പം തന്നെ ഗോത്ര കലാപം ഏതായിരുന്നു? സന്താൽ കലാപം, ഉൽഗുലാൻ. അതോടൊപ്പം തന്നെ സൈനിക കലാപം, പോളിഗർ കലാപം, സ്ത്രീ മുന്നേറ്റം, കിട്ടൂർ കലാപം, ജനകീയ കലാപം, 1ാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുവാനായി പോകുന്നത്. അപ്പോൾ നോട്ട് എടുക്കുക, ലെക്ചർ നോട്ടും കൂടെ എഴുതി പോവുക. അപ്പോൾ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആ നികുതി നയം എങ്ങനെയൊക്കെയാണ് കർഷകരെ ബാധിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി, അല്ലേ? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാനായിട്ട് കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചിട്ടില്ല. കാരണം എന്താണ്? ഇവരുടെ പ്രധാന ലക്ഷ്യം ഈ ആധിപത്യം സ്ഥാപിച്ച സ്ഥലങ്ങളിൽ നിന്ന് മാക്സിമം സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക. അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ വെള്ളപ്പൊക്കമോ വരൾച്ചയോ അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു നിശ്ചിത തുക പറഞ്ഞിരുന്നു, ആ തുക കിട്ടിയാലേ പറ്റത്തുള്ളൂ എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ നയം. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? അവർക്ക് കൃത്യമായിട്ട് നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും. സോ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുമ്പോൾ പണമിടപാടുകാരെ എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നു. പലിശക്കെടുത്തും അതുപോലെ തന്നെ കടം മേടിച്ചും ഒക്കെ എന്ത് ചെയ്യുകയാണ്? അവർ നികുതി അടയ്ക്കേണ്ട അവസ്ഥയിൽ വരുന്നു. അപ്പോൾ ഈ കർഷകർ മാത്രമല്ല, കൈത്തൊഴിലാളികാരും എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷ് നയങ്ങളാൽ വളരെ ദുരിതത്തിലാവുകയാണ്. ബ്രിട്ടനിൽ നിന്നുമുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ്? അത് കൈത്തൊഴിലാളികളെ വളരെയധികം ബാധിക്കുകയാണ്. സോ ഇവയുമായിട്ടുള്ള മത്സരം മൂലം കൈത്തൊഴിലാളിക്കാരുടെ ഉൽപ്പന്നമായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. കാരണം അവിടെ എന്ത് ചെയ്യുകയാണ്? യന്ത്രങ്ങൾ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവയുടെ എല്ലാത്തിൻ്റെയും മൂല്യം ഇടിയുകയാണ്. കൈത്തൊഴിലാളികൾക്ക് വളരെയധികം ദുരിതത്തിലോട്ട് ആവുകയാണ്. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായി. അവരെന്ത് ചെയ്യുകയാണ്? ഈ ഒരു തൊഴിലെല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് നിർബന്ധിതരാവുകയാണ്. കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ യന്ത്രങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ്? കൈത്തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ്. ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ
അഴിച്ചുവിട്ടു. ആ കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ കലാപവുമായിട്ട് നമ്മൾ നോക്കാനായി പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് സന്യാസി കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സന്യാസി കലാപം എന്താണ്? സന്യാസി കലാപം എന്ന് പറയുന്നത്, സന്യാസി കലാപം എവിടെയാണ് നടക്കുന്നത്? ബംഗാളിലാണ് സന്യാസി കലാപം നടക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, സന്യാസി കലാപം നടക്കുന്നത് ബംഗാളിലാണ്. ഓക്കെ, അപ്പോൾ ഈ സന്യാസി കലാപത്തിൽ പങ്കെടുത്തവരാരൊക്കെയാണ്? കർഷകരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മളൊരു ബോക്സ് പരിചയപ്പെട്ടായിരുന്നു. ദാ ആ ബോക്സ് ഒന്ന് നോക്കിയേ. കാർഷിക കലാപങ്ങളിൽ പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സന്യാസി ഫക്കീർ കലാപം. ഫക്കീർ എന്ന് പറയുന്ന ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആ ഒരു സന്യാസിമാരെയാണ് എന്തെന്ന് പറയുന്നത്? ഫക്കീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർഷിക കലാപമായിരുന്നു. നടന്ന സ്ഥലം എവിടെയാണ്? ബംഗാളാണ്. ഓക്കെ, 1760 1800 ഈ ഒരു വർഷങ്ങൾക്കിടയിലാണ് സന്യാസി കലാപം നടക്കുന്നത്. 1760 1800 ഈ വർഷങ്ങൾക്കിടയിലാണ് സന്യാസി കലാപം. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സന്യാസിമാരുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സന്യാസി കലാപം എന്ന് അറിയപ്പെടുന്നത്. അവിടെ എന്താണ് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നടന്ന ഒരു ഇൻസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പട്ടിണി നേരിടേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഭക്ഷ്യക്ഷാമമൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലമാണ്. ഓക്കെ, അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം. ഓക്കെ, ആനന്ദമഠം എന്ന ആ ഒരു കൃതിയിൽ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ സന്യാസി കലാപം നടന്ന വർഷം 1760 1800കളുടെ ഇടയിൽ എവിടെയാണ്? ബംഗാളിലാണ്. ഓക്കെ, അപ്പോൾ വന്ദേ മാതരം 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഒരുപാട് ഫാക്ട്സ് ഉണ്ട് ഇവിടെ നിന്നും. വന്ദേ മാതരം, ഓക്കെ, ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം രചിച്ചത് അല്ലെങ്കിൽ ആ ഒരു വന്ദേ മാതരം ദേശീയ ഗീതം ഏത് പുസ്തകത്തിലാണ്, ഏത് നോവലിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്? ആനന്ദമഠം. ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അതോടൊപ്പം തന്നെ ആനന്ദമഠത്തിൽ പരാമർശിക്കപ്പെടുന്ന കലാപം ഏതാണ്? സന്യാസി കലാപം. ഓക്കെ, ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമാണ് വന്ദേ മാതരത്തെ നോവലിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഭവാനന്ദൻ എന്ന കഥാപാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ദേശീയ ഗീതം ആലപിക്കുന്നതായിട്ടാണ് ഈ ഒരു നോവലിൽ, ആനന്ദമഠം എന്ന നോവലിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, കൃഷിയിൽ നിന്നും കലാപത്തിലേക്ക്. അപ്പോൾ ബംഗാളിൽ നടന്ന ഏറ്റവും വലിയ ഒരു കാർഷിക കലാപമായിരുന്നു ഏതെന്ന് പറയുന്ന നീലം കർഷക കലാപം. നടന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1859 എന്ത് ചെയ്യുന്നത്? നീലം കർഷക കലാപം നടക്കുന്നത്. സോ ഈ ഒരു കലാപം നടക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ എന്ത് ചെയ്യുകയാണ്? ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള അമരിച്ചെടി കൃഷി ചെയ്യാനായിട്ട് കർഷകരെ നിർബന്ധിക്കുന്നു. ഓക്കെ, കർഷകർ എന്ത് ചെയ്യുകയാണ്? അമരിച്ചെടി കൃഷി ചെയ്യാനായിട്ട് ആര് നിർബന്ധിക്കുന്നു? ബ്രിട്ടീഷുകാർ നിർബന്ധിക്കുന്നു. അതായത് ഈ അമരിച്ചെടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളൊരു നിബന്ധന അവർ മുന്നോട്ട് വയ്ക്കുന്നു. നീലത്തിന് കമ്പോള വിലയേക്കാൾ വളരെ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. ഓക്കെ, അപ്പോൾ അവര് നീലം ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിർബന്ധിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ കമ്പോളത്തേക്കാൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടിനും ഇത് വഴിതെളിച്ചു. ഓക്കെ, കാരണം എന്താണ്? അവര് വളരെ കഠിനാധ്വാനം ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള കൂലി കിട്ടുന്നില്ല. സ്വാഭാവികപരമായി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷ്യക്ഷാമം ഉണ്ടാവും, ചൂഷണത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. അപ്പോൾ കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. അപ്പോൾ കൃത്രിമ ചായം കണ്ടെത്തുകയാണ്. അപ്പോൾ കണ്ടെത്തിയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ നീലത്തിന്റെ ആവശ്യകത കുറയുന്നു, ദാരിദ്ര്യം വർദ്ധിക്കുന്നു. മറ്റ് വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ സുഹൃത്തുക്കളെ ഒന്ന് നോക്കാം. വർഷം വളരെ ഇമ്പോർട്ടന്റ്, 1859. സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ എന്ത് ചെയ്യുകയാണ്, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള അമരിച്ചെടി വളരെ ഉയർന്ന തോതിൽ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് കർഷകരെ നിർബന്ധിക്കുന്നു. അതിനനുസരിച്ച് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു കമ്പോളത്തിന് അനുസൃതമായിട്ടുള്ള ഒരു തുക അവർക്ക് കിട്ടുന്നില്ല. വളരെ താഴ്ന്ന വില മാത്രമാണ് ബ്രിട്ടീഷുകാർക്ക് നീലത്തിന് കർഷകർക്ക് നൽകിയിരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് വളരെ എന്ത് ചെയ്യുന്നുണ്ട്, ദാരിദ്ര്യം വരികയും അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിക്കുന്നു. സോ കൃത്രിമ ചായം കണ്ടെത്തിയതോടെ എന്ത് ചെയ്യുകയാണ്, നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞു, ദാരിദ്ര്യം കൂടുന്നു. സ്വാഭാവികപരമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കലാപത്തിന് വഴി തെളിയുകയാണ്. അപ്പോൾ ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലുള്ളവരായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ കലാപത്തിന്റെ നേതാക്കൾ, കലാപം നടന്ന വർഷം, കലാപം അപ്പോൾ നിങ്ങൾ 3 കോളമാക്കണം. കലാപം, വർഷം, അതോടൊപ്പം തന്നെ നേതാക്കൾ എന്നിങ്ങനെ 3 കോളമാക്കിയിട്ട് എന്ത് ചെയ്യണം, ഓരോന്നും എഴുതണം. അപ്പോൾ നീലം കലാപം നടന്ന വർഷം 1859. അതോടൊപ്പം തന്നെ നേതാക്കൾ ആരൊക്കെയായിരുന്നു, ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും. ആ രീതിയിൽ കോളം വൈസ് എഴുതി പോയാൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് റിവിഷൻ ചെയ്ത് കൊടുത്താൽ മതി. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിക്കുകയാണ്. തുടർന്ന് നീലം ഫാക്ടറികൾ എന്ത് ചെയ്യുന്നു, കർഷകരെ ആക്രമിക്കുന്നു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറി അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ്, വർഷം അറിഞ്ഞിരിക്കുക 1889, സാഹചര്യം അറിഞ്ഞിരിക്കുക, നേതാക്കൾ ദിഗംബർ ബിശ്വാസും അതോടൊപ്പം തന്നെ വിഷ്ണു ബിശ്വാസും. തൽഫലമായി അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പോൾ നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ഒരു നാടകമാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിച്ച യാതനകളെ അല്ലെങ്കിൽ ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. എത്രയോ PSC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നീൽ ദർപ്പൺ എന്ന് പറയുന്നത്, ദർപ്പൺ സമർപ്പിക്കുക, ആർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു, നീലം കർഷകർക്ക് വേണ്ടി. ആ രീതിയിൽ അവിടെ ആലോചിച്ച് വെച്ചേക്കുക. ആരാണ് രചിച്ചത്, ദീനബന്ധു മിത്രയാണ് രചിച്ചത്. ഏത് വർഷം, 1860. കൃത്യമായിട്ട് അവിടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഏതാണ്, നീലം കർഷക കലാപമാണ് പരിചയപ്പെടുത്തുക. അപ്പോൾ നീല കർഷക കലാപം എന്താണ്, കാർഷിക കലാപമാണ്. അപ്പോൾ 2 കാർഷിക കലാപങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്, സന്യാസി കലാപവും അതോടൊപ്പം തന്നെ നീലം കർഷക കലാപവും. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഗോത്ര കലാപമാണ്. ഗോത്ര കലാപത്തിൽ ആദ്യം നോക്കിയേ, സന്താൾ കലാപം. അപ്പോൾ എന്താണ് ഈ സന്താൾ കലാപം എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ കുടിയേറി പാർത്ത ഗോത്ര വിഭാഗക്കാരായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ ഒരു സന്താൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാന്താൾ എന്ന് പറയുന്ന ഈ ഒരു ഗോത്ര വിഭാഗക്കാർ അവർ വളരെയധികം ചൂഷണത്തിനിരയാകുന്നുണ്ട്. ആരിനാലാണ്, ഈ ഭൂ ഉടമകൾ അന്യായമായിട്ട് അവരുടെ കയ്യിൽ നിന്നും നികുതി പിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂ ഉടമകളിൽ നിന്നും അന്യായമായി എന്ത് ചെയ്യുന്നുണ്ട്, ചൂഷണം നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്വാഭാവികപരമായും എന്ത് ചെയ്യുന്നുണ്ട്, കൊള്ള പലിശക്കാർ ഇവരെ നിരന്തരം ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. കാരണം എന്താണ്, ഈ ഭൂ ഉടമകൾക്ക് കൃത്യമായിട്ട് നികുതി നൽകണമെങ്കിൽ ഈ കർഷകർക്ക് അല്ലെങ്കിൽ ഈ ഗോത്രവിഭാഗ ജനങ്ങൾക്ക് ആരുടെ നിന്ന് പലിശയ്ക്ക് കടം വാങ്ങേണ്ടതായിട്ട് വരും, കൊള്ള പലിശക്കാരിൽ നിന്നും അല്ലേ. അപ്പോൾ അവരും ശല്യം ചെയ്യുന്നുണ്ട്, ഭൂ ഉടമകളും ശല്യം ചെയ്യുന്നുണ്ട്. ഇവരെ പിന്തുണച്ചുകൊണ്ട് ആരും വരികയാണ്, ബ്രിട്ടീഷുകാരും വരികയാണ്. അപ്പോൾ ഈ ഒരു ചൂഷണം സഹിക്കവയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്, 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടം ആരംഭിക്കുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തിലോട്ടൊന്ന് പോകാം. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണിവർ. ഭൂ ഉടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കൊള്ളപ്പലിശക്കാർ
ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരമായി അവരിൽ നിന്ന് കടം വാങ്ങുകയും അതോടൊപ്പം തന്നെ ഭൂവുടമകളിൽ നിന്നും ചൂഷണം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തട്ടിയെടുക്കുന്നു. ഇതെല്ലാം ആരുടെ പിൻബലത്തോടെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടെയായിരുന്നു. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം എന്തായിരുന്നു? നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. അതിന്റെ ഫലമായി എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങൾ നേരിട്ട അനീതിക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ആരൊക്കെയാണ്? സിന്തോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പോൾ നേതാക്കൾ രണ്ടുപേർ ആരൊക്കെയാണ്? സിന്തോവും അതോടൊപ്പം തന്നെ കാൻഹുവും. അപ്പോൾ നേരത്തെ പറഞ്ഞ ബോക്സിൽ എഴുതി വെക്കുക, സാന്താൾ കലാപം 1855 പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ നേതൃത്വം നൽകിയ രണ്ടുപേർ ആരൊക്കെയാണ്? സിന്തോവും കാൻഹുവും. ഓക്കെ, ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ വധിക്കുകയാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ ആ ഒരു കോളം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ എഴുതുക സാന്താൾ കലാപം വർഷം 1855 പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? സിന്തോവും അതുപോലെ തന്നെ കാൻഹുവും. ഓക്കെ, കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. പക്ഷേ എന്നിരുന്നാലും എന്താണ്, ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായിരുന്നു ഈ ഒരു കലാപം എന്ന് പറയുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്റ്റുകൾ: 1855, അതോടൊപ്പം തന്നെ രാജ്മഹൽ കുന്ന്. ഓക്കെ, രാജ്മഹൽ കുന്നിൽ കുടിയേറി പാർത്തവരാണ് ആരെന്ന് പറയുന്നത്? ഈ ഒരു ഗോത്ര വിഭാഗക്കാർ. അതോടൊപ്പം തന്നെ രണ്ടാൾക്കാർ ആരൊക്കെയാണ്? സിതോവും അതോടൊപ്പം തന്നെ ആരാണ്? കാൻഹുവും. ഓക്കെ, ഇവര് രണ്ടുപേരുമായിരുന്നു നേതാക്കൾ. ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ പിന്നീട് വധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഉൽഗുലാൻ. ഉൽഗുലാൻ എന്ന് പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ? ഉൽഗുലാൻ അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് മുണ്ട കലാപം. ഓക്കെ, സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപം ഉണ്ടായി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി നടന്ന ഒരു കലാപമാണ്, ഗോത്ര കലാപമാണ് എന്തെന്ന് പറയുന്നത്? ഉൽഗുലാൻ കലാപം. അപ്പോൾ ഉൽഗുലാൻ കലാപം എന്താണ്? ഒരു ഗോത്ര കലാപമാണ്. അതിന്റെ മറ്റൊരു പേരാണ് മുണ്ട കലാപം എന്ന് പറയുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം. ഓക്കെ, ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പോൾ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് സുഹൃത്തുക്കളെ? ബിർസ മുണ്ട. ഓക്കെ, ബിർസ മുണ്ടയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത്? മുണ്ട കലാപം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, റാഞ്ചി അല്ലെങ്കിൽ ജാർഖണ്ഡിലെ റാഞ്ചി എന്ന് പറയുന്ന പ്രദേശത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കലാപം നടന്നത്. ഈ കലാപത്തിന്റെ കാരണങ്ങളൊന്ന് നോക്കിയേ. എന്താണ്? സ്വാഭാവികപരമായിട്ടും എല്ലാ കലാപത്തിലും ഉള്ളതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അതോടൊപ്പം തന്നെ ഭൂമി പിടിച്ചെടുക്കലും. അല്ലെ, ഈ ഗോത്ര വിഭാഗക്കാരെന്ന് പറയുന്നത് എല്ലാം എപ്പോഴും എന്താണ്? ഭൂമിയോട് വളരെ ചേർന്ന് ജീവിക്കുന്നവരും പ്രകൃതി സ്നേഹികളും ഒക്കെയാണ്. സ്വാഭാവികപരമായിട്ടും അവിടെ ഭൂമിയൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും. അല്ലെ, സോ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും ഇതിന്റെ ഒരു കാരണമാണ്. പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. അല്ലെ, എല്ലാത്തിനും പറഞ്ഞ കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ എന്താണ്? സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണം. ഓക്കെ, 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. അപ്പൊ നേരത്തെ ആ ബോക്സ് വരച്ചിട്ടല്ലോ, അവിടെ എഴുതിക്കോ 1899. ഓക്കെ, വർഷം എന്താണ്? കലാപം ഏതാണ്? മുണ്ട കലാപം. നേതാവ് ആരായിരുന്നു? ബിർസ മുണ്ട. ഓക്കെ, ഇത്രയും കാര്യം അവിടെ എഴുതി വെക്കണം കേട്ടോ കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇവർക്കെതിരെ സായുധ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്ത് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ്. പക്ഷേ റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. അതിന്റെ ഫലമായിട്ട് ഇവരുടെ നേതാവ് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയ ബിർസ മുണ്ട
തടവിലാവുകയും അവിടെ വച്ച് മരണപ്പെടുകയും ചെയ്യുന്നു. മുണ്ടാ കലാപത്തെ ബ്രിട്ടീഷുകാർ വളരെ ക്രൂരമായി അടിച്ചമർത്തി. ഓക്കെ, അപ്പോൾ ഗോത്രവിഭാഗക്കാരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കലാപമാണ് ഏതെന്ന് പറയുന്ന മുണ്ടാ കലാപം. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? ഉൽഗുലാൻ. ഓക്കെ, ഉൽഗുലാൻ എന്നാണ്. കുറിച്യർ കലാപം, പഹാരിയ കലാപം, അതോടൊപ്പം തന്നെ കോൾ പ്രക്ഷോഭം, ഫീൽ കലാപം, ഖാസി കലാപം എന്നിവയെല്ലാം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഗോത്ര കലാപങ്ങൾ നമ്മൾ 2 പഠിച്ചു സുഹൃത്തുക്കളെ. ഏതൊക്കെയാണ് ആ 2 ഏതൊക്കെയാണ്? ഒന്ന് ഇപ്പോൾ പഠിച്ച മുണ്ടാ കലാപവും അതോടൊപ്പം തന്നെ തൊട്ടു മുന്നേ പഠിച്ച സാന്താൾ കലാപവും. ഓക്കെ, ഉൽഗുലാൻ അല്ലെങ്കിൽ മുണ്ടാ കലാപം, ഉൽഗുലാൻ അല്ലെങ്കിൽ മുണ്ടാ കലാപം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പോവുകയാണ് സൈനിക കലാപത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ സൈനിക കലാപത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് ഏതെന്നൊന്ന് നോക്കിയേ. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ നമ്മൾ ബിർസ മുണ്ടയെ ജസ്റ്റ് അവിടെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബിർസ മുണ്ടയുടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ബിർസ മുണ്ടയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. അപ്പോൾ ബിർസ മുണ്ട ഏത് നേതാവായിരുന്നു? മുണ്ടാ കലാപത്തിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 15 2021 മുതൽ എന്തായി ആചരിക്കുന്നു? ഗോത്രാഭിമാന ദിനം അല്ലെങ്കിൽ ജൻജാതീയ ഗൗരവ ദിവസായി ആചരിക്കുന്നു. ജൻജാതീയ ഗൗരവ ദിവസം എന്താണ് സുഹൃത്തുക്കളെ? ജൻജാതീയ ഗൗരവ ദിവസ്. ഓക്കെ, ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ ബിർസ മുണ്ടയുടെ ഛായാചിത്രമുണ്ട്. ബിർസ മുണ്ടയെ ആസ്പദമാക്കി അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹ്ലെ ഗാന്ധി. അപ്പോൾ ഗാന്ധി സേ പഹ്ലെ ഗാന്ധി ആരുടെ കൃതിയാണ്? ഇക്ബാൽ ദുറാനി. അതിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ബിർസ മുണ്ട. ഓക്കെ, ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ഓക്കെ, അപ്പോൾ കൃതികളുടെ പേര് അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ആരണ്യർ അധികാർ, മഹാശ്വേത ദേവി, കേന്ദ്ര കഥാപാത്രം ബിർസ മുണ്ട. അതോടൊപ്പം തന്നെ ഇക്ബാൽ ദുറാനിയുടെയാണ് ഗാന്ധി സേ പഹ്ലെ ഗാന്ധി. അവിടെ ആരായിരുന്നു കേന്ദ്ര കഥാപാത്രം? ബിർസ മുണ്ടയായിരുന്നു കേന്ദ്ര കഥാപാത്രം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സൈനിക കലാപത്തിലോട്ട് പോവുകയാണ്. സൈനിക കലാപത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് പോളിഗർ. അപ്പോൾ സുഹൃത്തുക്കളെ, പോളിഗർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നുമാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ എന്താണ് പാളയം അഥവാ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിലാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരും അതോടൊപ്പം തന്നെ എന്താണ് സൈനിക തലവന്മാരെ അറിയപ്പെടുന്ന പേരാണ് പോളിഗറും. അവരും ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെയും നടന്ന ഒരു കലാപമാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അപ്പോൾ പോളിഗർ എന്താണ് നമ്മൾ പറഞ്ഞു? പോളിഗർ എന്താണ്? തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരെ അറിയപ്പെടുന്ന പേരാണ് പോളിഗർ എന്ന് പറയുന്നത്. അപ്പോൾ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ആ പേരൊക്കെ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ തമിഴ്നാട്ടിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. അപ്പോൾ എവിടേക്കുള്ളതാണ്? പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതോടൊപ്പം തന്നെ ശിവഗംഗയിലെ പോളിഗറായിരുന്ന ശിവഗംഗയിലെ സൈന്യാധിപതിയായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിലായിരുന്നു. അവരെന്ത് ചെയ്യുകയാണ്? ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആളായിരുന്നു ആരെന്ന് പറയുന്നത് ഈ ഒരു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്നുമുള്ള നികുതി പിരിവും പോളിഗറുടെ ചുമതലയുമായിരുന്നു. ഓക്കെ, പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. ഓക്കെ, അപ്പോൾ പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി കീഴടങ്ങി, പക്ഷെ അവിടുത്തെ സൈന്യാധിപനായിട്ടുള്ള വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ത് ചെയ്യുന്നില്ല? കീഴടങ്ങുന്നില്ല. ഓക്കെ, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കീഴടങ്ങുന്നില്ല.
പോരാടുന്നു. ഓക്കെ, നിലവിലുള്ള നികുതി വർദ്ധിപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്. ഓക്കെ, നികുതി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുകയാണ്. സോ നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു എന്ത് ചെയ്യുന്നത്, ഈ ഒരു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. ഓക്കെ, അദ്ദേഹം ഈ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നു. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിക്കുന്നു. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് പോളിഗർമാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സൈന്യാധിപന്മാരെയാണ് പോളിഗർമാർ എന്ന് പറയുന്നത്. പോളിഗർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശിവഗംഗയിലെ പോളിഗർമാരായിരുന്നു മരുതുപാണ്ഡ്യ സഹോദരന്മാർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, വളരെ ജനസമ്പന്നനായിട്ടുള്ള ഒരാളാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ രാജാവ്, അതായത് ആ പ്രദേശത്തെ രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുന്നു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുന്നില്ല. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയാണ്, വളരെ കൂടിയ തോതിൽ നികുതി വർദ്ധിപ്പിക്കുകയാണ്. അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ശബ്ദമുയർത്തുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, വീരപാണ്ഡ്യ കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കി മാറ്റുന്നത്. സ്വാഭാവികപരമായിട്ടും അവിടെ എതിർപ്പുകൾ ഉണ്ടാവുന്നു, യുദ്ധമുണ്ടാവുന്നു. സോ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഓക്കെ, കേരളത്തിലെ സംഘടിത കലാപമായിരുന്നു എന്തെന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിന്റെ പശ്ചാത്തലം എന്താണ്? അതായത് അഞ്ചുതെങ്ങ് കോട്ട കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർ കുരുമുളകിന്റെ കുത്തക സ്ഥാപിക്കുകയാണ്. അതായത് കുരുമുളക് തോന്നിയ രീതിയിൽ എന്ത് ചെയ്യുക, വ്യാപാരം നടത്തുക, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ വർഷാവർഷം ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നു, ഇതിൽ വേണാടിലുള്ള 8 വീട്ടിൽ പിള്ളമാർക്ക് വളരെ സംതൃപ്തി കുറവുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇനി സമ്മാനം കൊടുക്കുന്നെങ്കിൽ തങ്ങൾ വഴിയെ, അതായത് ഞങ്ങളുടെ കൈകളിലൂടെ മാത്രമേ എന്ത് ചെയ്യാവൂ, ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം കൊടുക്കാവൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് വകവയ്ക്കാതെ ബ്രിട്ടീഷുകാർ 140 ബ്രിട്ടീഷുകാരും അവരുടെ നേതാവായിട്ടുള്ള ഗിഫോർഡും കൂടെ ചേർന്ന് എന്ത് ചെയ്യുകയാണ്, 1721 ഏപ്രിൽ 15 സമ്മാനം നൽകാനായി പോകുന്നു. അപ്പോൾ പോകുന്ന വേളയിൽ ഇന്നത്തെ കൊല്ലമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ 140 ബ്രിട്ടീഷുകാരെയും അതോടൊപ്പം തന്നെ ഗിഫോർഡിനെയും എന്ത് ചെയ്യുകയാണ്, നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ 8 വീട്ടിൽ പിള്ളമാരും ചേർന്ന് വധിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിയായിരുന്ന ഗിഫോർഡിനെയും 140 ബ്രിട്ടീഷുകാരെയും ആര് വധിക്കുന്നു, നാട്ടുകാരും അതോടൊപ്പം തന്നെ 8 വീട്ടിൽ പിള്ളമാരും കൂടെ ചേർന്ന് വധിക്കുന്നു. ഓക്കെ, പിന്നീട് ഈ കലാപം അടിച്ചമർത്താനായിട്ട് തലശ്ശേരിയിൽ നിന്നും എന്ത് ചെയ്യുകയാണ്, ബ്രിട്ടീഷ് സൈന്യത്തെ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഭാഗം ഒന്ന് നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഓക്കെ, ബ്രിട്ടീഷുകാർ വളരെ അരാജകത്വം നിറയ്ക്കാനായി ശ്രമിച്ചിരുന്നു. എങ്ങനെയാണ്, കുരുമുളക് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അഞ്ചുതെങ്ങ് കോട്ടയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുകയാണ്, വ്യാപാരം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികം നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായമാകുമെന്ന ഭയത്തിനാൽ ചില നാട്ടുപ്രമാണികൾ എതിർത്തു. നാട്ടുപ്രമാണികൾ മുഖേന മാത്രമേ പാരിതോഷികം നൽകിയാൽ മതിയെന്ന് അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡ്, അഞ്ചുതെങ്ങ് കോട്ടയുടെ തലവനായിട്ടുള്ള ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം, ചിലയിടത്ത് 150 കൊടുത്തിട്ടുണ്ട്,
ഇവിടെ SCERT 140 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷങ്ങൾക്കിടയാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ സംഘത്തെ ഒരു വർഗ ജാതി മത വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യുകയാണ്, നാട്ടുകാർ അങ്ങോട്ട് കയറി ആക്രമിക്കുകയാണ്. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധവും എന്ത് ചെയ്യുന്നുണ്ട്, ഏർപ്പെടുത്തുന്നു. ഓക്കെ, അഞ്ചുതെങ്ങ് കോട്ടയിൽ ഉപരോധവും ഏർപ്പെടുത്തുന്നു. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമായിരുന്നു ഏതെന്ന് പറയുന്നത്, ആറ്റിങ്ങൽ കലാപം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. 1721 ഏപ്രിൽ 15 ഗിഫോർഡ് അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവിയായിരുന്ന ഗിഫോർഡിനെ വധിക്കുന്നു. 140 ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം വധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത ഒന്ന് നോക്കിയേ, വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു എന്തെന്ന് പറയുന്നത്, വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഈ വെല്ലൂർ കലാപത്തിന് നേതൃത്വം നൽകുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റമായിരുന്നു പ്രധാനപ്പെട്ട കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. അപ്പോൾ 1806 അടിച്ചമർത്തുന്നു. ആദ്യത്തെ സൈനിക കലാപമായിരുന്നു എന്തെന്ന് പറയുന്നത്, വെല്ലൂർ കലാപം എന്ന് പറയുന്നത്. സൈനിക കലാപമായിരുന്നു വെല്ലൂർ കലാപം. എന്താണ്, വേഷവിധാനത്തിൽ ആരുടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റമായിരുന്നു എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, വെല്ലൂർ സ്മാരക കലാപമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രദേശത്ത്, വെല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സ്മാരകമൊക്കെ നിലവിലുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. SCERT കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും പഠിച്ച ഭാഗത്ത് നിന്നും കുറച്ച് ചോദ്യങ്ങളൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് നോക്കിയാലോ. ബംഗാളിലെ നീലം കർഷക കലാപം നടന്നത് ഏത് വർഷമാണ്? 1757, 1773, 1859, 1899. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി 1859. ബംഗാളിലെ നീലം കർഷക കലാപം നടന്നത് 1859. അടുത്ത് നോക്കിയേ, ഉൽഗുലാൻ എന്ന ഗോത്ര കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് സുഹൃത്തുക്കളെ? ഓപ്ഷൻ എ സിദോ കാൻഹു, ഓപ്ഷൻ ബി കൻവർ സിംഗ്, ഓപ്ഷൻ സി ബിർസ മുണ്ട, ഓപ്ഷൻ ഡി കട്ടബൊമ്മൻ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ബിർസ മുണ്ട അല്ലെ, മുണ്ട കലാപം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിൽക്കട്ടെ. അപ്പോൾ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ കവർ ചെയ്തത്. സുഹൃത്തുക്കൾ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, നോട്ട് എഴുതുക, റിവിഷൻ നടത്തുക. ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വലിയൊരു പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് കൂട്ടുകാരൊന്ന് പഠിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ച് മുന്നോട്ട് വരിക. ഓക്കെ, അപ്പോൾ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതണം. നോട്ട് എഴുതിയേ നമുക്കിത് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിൽ നിന്നും ഉറപ്പായിട്ടും നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറാകുന്നത് അതിൽ നിന്നും എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്നും 1 മാർക്കിനുള്ള ചോദ്യം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, താങ്ക് യു.